ഗൈസ് ഇന്ന് 30/12/2024 എന്ന് വെച്ചാൽ നാളെയും കൂടി കഴിഞ്ഞാൽ 2024 അവസാനിക്കാനാണ്. സോ ന്യൂ ഇയർ ഒന്ന് വേറൊരു സ്ഥലത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു. ഞാൻ ഈ വ്ളോഗിൽ എൻ്റെ ട്രാവൽ ചെയ്യണ കാര്യങ്ങൾ, സ്ഥലങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച് തുടങ്ങിയിട്ട് 2 ട്രെയിൻ കയറി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് വ്ളോഗ് എനിക്ക് ഇൻട്രൊഡക്ഷൻ തന്നെ എടുക്കാൻ പറ്റിയത്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്യും. കാരണം കുറേ നാളായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകാൻ പോണത്. നോക്കണം. വ്ളോഗ് കാണുന്നവർക്കറിയാം അധികം ചിലവില്ലാത്ത രീതിയിലാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകാറ്. അപ്പം ഇതും അങ്ങനെ ചിലവ് ചുരുക്കി പോണ ഒരു ട്രാവൽ ആയതുകൊണ്ട് കുറേ ട്രാൻസിറ്റ് ഉണ്ട്. ട്രെയിന് തന്നെ 17 മണിക്കൂർ പിടിക്കും ഈ ഒരു സ്ഥലത്തെത്താൻ. ഞാൻ സമാധാനപരമായിട്ടുള്ള ഞങ്ങളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ട്രെയിൻ കയറി. ഇനി ഇവിടെ നിന്ന് 5 ട്രാൻസിറ്റ് ഉണ്ട് മ്യൂണിക്കിലെത്താൻ. അതുവരേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ. ഫുഡ് പറഞ്ഞു പോയിട്ടോ, അതിന് ഫുഡ് എടുക്കണം. അമ്മച്ചിക്ക് ഫുഡ് ഗൈസ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണേണ്. തന്നില്ല ഒന്നും. ഫ്രണ്ടീത്തെ ആൾക്കാർ ബർഗർ, പിസ്സ, ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഞാൻ തരാൻ പോണെന്ന് വിചാരിച്ച്. ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ മണം വന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് ബ്രെഡ്, പീനട്ട് ബട്ടർ, ലേസ്, അതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഗൈസ് ലേസ് വരുന്നത് ഞാൻ കഴിക്കില്ല കേട്ടോ. ഗൈസ് ഞാൻ ഡയറ്റിലാണ്. ആകെ തിന്നണത് ഇവരാണ്. ഞാനിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സേ കഴിക്കാറുള്ളൂ. ഡയറ്റാ ഗൈസ്. ഉരുളക്കിഴങ്ങ് പ്രോട്ടീനാണെന്ന് ഇവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് കഴിക്കുന്നത്. ന്യൂറംബർഗിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ -1 ആണ്. -5 ആണ് ഇവിടുത്തെ വെതർ. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു അരമണിക്കൂർ എന്തോ ഇനി പോസ്റ്റ് ഉള്ളൂ എന്ന് തോന്നാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ വരും. സാഹസികമായി ഒരു ട്രെയിൻ കയറി. 1 മിനിറ്റ് വ്യത്യാസത്തിൽ ഞങ്ങൾ കയറി. ഇപ്പം ഇനി എന്ത് ചെയ്യാൻ പോണ? ട്രെയിനിൽ നമ്മൾ പോകാൻ പോകുന്നു. ഇല്ല, ഇനി കാർഡ് കളിക്കാൻ പോണല്ലേ. ഇനി ഞങ്ങൾ സീറ്റ് കളിക്കാൻ പോകും. ജോക്കർ ഒന്നും മാറ്റിയില്ല. എനിക്കുണ്ടല്ലോ ഗൈസ്. ബാഗുള്ളവർക്ക് ജോക്കർ കിട്ടും എന്നാണ് എനിക്ക് ജോക്കർ കിട്ടി. അങ്ങനെ പഠിക്കുള്ളൂ. നീ കളി കളിച്ചോ മറന്നു എന്നൊക്കെ പറയൂ. ഞാനാണോ? ആരടാ നീ ഇതെങ്ങനെ കണ്ട്? കോപ്പിയടി കേട്ടോ. ഞാൻ കഴുതാ. ഗൈസ് അങ്ങനെ സമ്മതിച്ചു വരാണ് കഴുതാന്ന്. സ്റ്റിനേക്കുള്ള വീഡിയോ എന്റെ 3 കഴുത പറയുന്ന വീഡിയോ വേണം, ഞാൻ തരാം. നിർത്തിക്കും. നിർത്താൻ സമ്മതിക്കണില്ല ഗൈസ്. കഴിഞ്ഞ കളിയില് അതിന്റെ വിഷമം 2 കഴുതകളാകാൻ പോകുന്നവര് എരിപ്പുണ്ട്. അതെ, ജയിച്ചതാ ആദ്യമായിട്ട്. എന്തേലും പറ. ഇപ്പൊ 5ാമത്തെ തവണയാണ് കഴുതയാൻ പോകുന്നത്. JB 2 പ്രാവശ്യം. അതെ. ഞാൻ ആയിട്ടില്ല ഗൈസ് ഇതുവരെ കഴുത. പറച്ചിലുണ്ട് 2 പ്രാവശ്യം. എനിക്ക് കൂടുതൽ ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ ആവാറില്ല. അതെ, കളിക്കാനെങ്കിലും കുറച്ച് ബുദ്ധി വേണം. തോറ്റ് അപ്പൊ കഴുത വേറെ ചെറിയ ചിഹ്നമില്ല. ഞാൻ കഴുത. ഗൈസ് അങ്ങനെ ചീട്ട് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവര് തോറ്റത്. അല്ല, ഞാൻ ജയിച്ചിട്ടാ. അതല്ല ഇവിടുത്തെ വിഷയം. കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഇവിടുന്ന് ഇനി 1 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് അല്ലേ. ബ്രെഡും പീനട്ട് ബട്ടറും. ഗൈസ് അമ്മൂനെ നാട്ടാര് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. അമ്മ നാട്ടാര് പോലും ജർമ്മൻകാര് പോലും ഇങ്ങനെ പറഞ്ഞതിന് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ 2 പേരോട് പറഞ്ഞിരിക്കും. ഇവളോട് മാത്രം പറഞ്ഞ് മിണ്ടാണ്ടിരിക്കാൻ. അത്ര കിടന്ന് തൊള്ളണം. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് സമാധാനപരമായിട്ടുള്ള വ്ളോഗാണ് ഉദ്ദേശിക്കണത്. വെള്ളം വാങ്ങണം.
അത് കുറച്ചുള്ളൂ. നല്ലോണം വാങ്ങിക്കാം. സമയം 1:36, 1:30. ഇവിടെ എല്ലാരും റെയിൽവേ സ്റ്റേഷനിലിരുന്ന് എൻജോയ് ചെയ്യണേ കാട്ടിത്തരാട്ടാ. മരവിച്ചിരുന്നിട്ടും ചീട്ട് കളിക്കാൻ കാട്ടറ മനസ്സ്. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തണക്കില്ലായിരുന്നു. പക്ഷെ ഒരു ഇത് അടച്ചിട്ടൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നു ഗൈസ്. എന്താ പിന്നെ 2 മണിക്കൂറത്തേക്ക് റൂം എടുക്കായിരുന്നു. അതെ, 3-4 മണിക്കൂർ റൂം എടുത്താൽ 2 മണിക്കൂർ. എത്ര ഡിഗ്രിയാണത് അറിഞ്ഞൂടെ? നെഗറ്റീവ് എത്രയോ ഡിഗ്രിയാണ്. നല്ല തണുപ്പാണ് പുറത്ത്. ഇവിടെ നല്ല തണുപ്പാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മ്യൂണിക്കിലെത്തി. ഇപ്പം മക്ഡിയിൽ കയറിയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉറക്കം ആർക്കും ശരിയായിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് വേണം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ട് ഉറങ്ങാൻ. കണ്ണൊക്കെ മറ്റേ ഓന്തലല്ല. മക്ഡി കയറിയപ്പോൾ മക്ഡിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഇപ്പം ഇതേ വഴിയരികത്തല്ലല്ല. അയ്യോ, ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കണേണം. മക്ഡിയിലെ ബർഗറിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നാ മനസ്സിലാക്കിയത് ഞാൻ. അതാ നിന്റെ ആണല്ലേ? ഹലോ. അമ്മ പേടിച്ച് പണ്ടാരും അമ്മ. അയാളല്ലടാ, അയാള് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ. പടക്കം കൊടുത്തു. ഓ, മാജിഷ്യനാണോ? ഗൈസ്, മാജിക് ആണ് കേട്ടോ.